ഇന്ന് കല്യാണ വ്ളോഗാണ്. അപ്പോൾ കല്യാണ ദിവസം വന്ന് എത്തിയിട്ട് അപ്പോൾ ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലേക്ക് രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഹായ് കാണിക്കണതാണ് ചെക്കൻ്റെ ഉമ്മ. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളായിട്ട് സംസാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അത് നേഹമോളെ ഡ്രസ്സ് എങ്ങനെ അടിപൊളിയല്ലേ, ഫുള്ള് നീലമയത്തിലാണ് നിൽക്കുന്നത്. പിന്നെ താത്താനും മോളെ കണ്ട ഓളായിട്ടൊക്കെ സംസാരിച്ചു. പിന്നെ ചെക്കൻ വന്ന് ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് സംസാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വന്നത്. ഇത് ചെക്കൻ്റെ താഴെയുള്ള പെങ്ങളാണ്, മൂത്ത ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ആളെ നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഭയങ്കര ബിസിയായിരുന്നു. ഈ ആൾ താഴെയുള്ള ആൾ ജർമ്മനിയിൽ പഠിക്കുകയാണ്. ആളെ ലീവിനനുസരിച്ചാണ് കല്യാണം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പെണ്ണിൻ്റെ വീട്ടിലാണ് പോയത് കേട്ടോ, ബസ്സിലാണ് പോയത്. അതിനുള്ളിൽ കയറിയപ്പോൾ നേഹമോൾ ഭയങ്കര പാട്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ എത്തി ഞങ്ങൾ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, അത് കാരണം നിക്കാഹിന് വേണ്ടി ചെക്കനെ ആങ്ങളെയും ഉപ്പയും കൂടിയിട്ട് സ്റ്റേജിൽ കൊണ്ടുപോയി നിക്കാഹ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിക്കാഹ് ലൈവായിട്ട് കാണാൻ വേണ്ടി പെണ്ണിന് പ്രത്യേക ഒരു കൗണ്ടറൊക്കെ അവർ ഒരുക്കി വെച്ചു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അതൊക്കെ ഞങ്ങൾ ഓരോന്ന് സംസാരിച്ച് നിക്കാഹ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഓരോന്നിങ്ങനെ മിണ്ടിയിട്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ. നേഹമോൾ സാധാരണ കല്യാണങ്ങളൊക്കെ വന്നാൽ ഭയങ്കര വാശിയും കരച്ചിലാണ്, പക്ഷെ ഇന്നാൾ ഭയങ്കര കൂളാണ്, ഓടിച്ചാടി കളിക്കുക, അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊന്ന്. ഞങ്ങൾ നേരെ പോയത് സ്റ്റേജിലേക്കാണ്, ആളെ താലി കെട്ടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ താലി കെട്ടുന്നിടെ നല്ല കയ്യടിയും അപ്പുറം നല്ല അടിപൊളിയായിരുന്നു ഇത് കാണാൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. കാരണം കുറേ നേരം വൈകി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡായിട്ട് ചിക്കൻ കുഴിമന്തി, ബീഫ് ബിരിയാണി, ചിക്കൻ കൊണ്ടാട്ടം, പിന്നെ സാലഡ്, കച്ചമ്പർ, പിന്നെ മയോണീസ്, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു ഫുഡ്, നല്ല വിശപ്പുള്ള കാരണം നന്നായിട്ട് കഴിച്ചിട്ടായിരുന്നു. അച്ചാറെല്ലാ സാധനങ്ങളും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു കേട്ടോ. ഐസ്ക്രീം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് 2 ഐസ്ക്രീം ഇട്ടിൻ്റെ സന്തോഷമാട്ടോ അത്. അപ്പോൾ എല്ലാവരും കൂടി പുറത്തിരുന്ന് ഐസ്ക്രീം കഴിക്കാൻ നല്ല ചൂടുണ്ടായിരുന്നിട്ട്, ഇത് ഭയങ്കര ചൂടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഹാളിൽ ഇരുന്നിട്ടാണ് വീട്ടിലേക്ക് വന്നത്. ചെക്കനും പെണ്ണ് വരുന്നതിന് മുമ്പേ നമുക്ക് വീട്ടിലെത്തണം, കാരണം അവരെ വെൽക്കം ചെയ്യണ്ട. അവർ കുറച്ച് നേരം വൈകിട്ടാണ് വന്നത്, കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം വൈകിട്ട് അവർ വന്നോട്ട്. പിന്നെ പെണ്ണിനും ചെക്കനും ഉമ്മ കയറ്റുന്ന ഒരു ചടങ്ങാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചവിടെയൊക്കെ അവിടെ ഇരുന്നിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത്. അവർ നന്നായിട്ട് ടയേർഡായിട്ടുണ്ട് കേട്ടോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കല്യാണ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.